നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഘനവാദ്യം എലത്താളം. എലത്താളം നിർമ്മിക്കുന്നത് വടക്കേ തൃശ്ശൂരിൽ കടവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മണൽ കൊണ്ട് വട്ടത്തിൽ അച്ചുണ്ടാക്കി വെള്ളയോട് ഉരുക്കി അടിച്ചമർത്തി വട്ടം എന്ന രൂപത്തിൽ തന്നെ ഒരേ സമയത്ത് രണ്ടെണ്ണം ഒരുമിച്ച് ഒരേ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നു. ഇതിൽ നടുക്കൊരു ഓട്ടയിട്ട് 8 ഇഞ്ചോ അതിൽ താഴെയോ കനം വരുന്ന കയർ ഉപയോഗിച്ച് അതിൽ ചിരട്ടയിട്ടാണ് നമ്മൾ എലത്താളത്തിൻ്റെ പിടി ഉണ്ടാക്കുന്നത്. ചിരട്ട എലത്താളത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെ വഹിക്കുന്നുണ്ട്. കാരണം ഈ പിടിയില്ലെങ്കിൽ എലത്താളം ഉപയോഗശൂന്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാളികേരം അഥവാ തേങ്ങയുടെ നമ്മളെല്ലാവരും വലിച്ചെറിയുന്ന ചിരട്ട, ആ ചിരട്ട കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എലത്താളത്തിൻ്റെ പിടി ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ ഇത്തിരി ടെക്നിക്സൊക്കെ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നുണ്ട്. കൂർത്ത ചിരട്ടയുടെ അതെയോ ചെറിയ ചിരട്ട, അതിൻ്റെ കുനുപ്പ് നമ്മൾ മുട്ടുകൈയിൽ ചിരട്ട വെച്ച് പ്രഷർ കൊടുത്ത് തല്ലി പൊട്ടിച്ച് ആ പൊട്ടി വരുന്ന ഭാഗം അതിൽ നടുക്കൊരു ഓട്ടയിട്ട് കയറ് കയറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പിടിക്കുന്നത്. അല്ലെങ്കിൽ തൂമ്പയുടെ പിടിയിൽ ചിരട്ട കുനുപ്പോടെ വെച്ച് പ്രഷർ കൊടുത്ത് നമ്മളത് പുറത്തേക്ക് എടുക്കുന്നു. ആ കുനുപ്പിൽ ഓട്ടയിട്ട് കയറ് കയറ്റിയിട്ടാണ് എലത്താളത്തിൽ നമ്മൾ പിടിയായിട്ട് ഉപയോഗിക്കുന്നത്. എലത്താളത്തിന് 2 ശബ്ദങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ പൊത്തിപ്പിടിക്കും, ഒന്ന് നമ്മൾ തുറന്നു പിടിക്കും. ഇങ്ങനെ 2 ശബ്ദങ്ങളാണ് എലത്താളത്തിനുള്ളത്. മേളങ്ങളിൽ അസുരവാദ്യമായ ചെണ്ട കൊണ്ട് മേളവും വലന്തല കൊണ്ട് ഇതിൻ്റെ താളവും എലത്താളം കൊണ്ട് ലയവും ആണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. പഞ്ചവാദ്യത്തിലാകട്ടെ 5 വാദ്യത്തിൽ ഒരു വാദ്യം എലത്താളമാണ്. എലത്താളം എന്ന കനവാദ്യം ഉപയോഗിച്ചാണ് അതിൻ്റെ താളവട്ടങ്ങളും താള ക്രമീകരണങ്ങളും നമ്മൾ പണ്ട് മുതലേ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.